ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വചന വെളിച്ചത്തിൽ നമ്മൾ കണ്ടെത്തേണ്ട ഒരു കാര്യമുണ്ട്. മരണം നിനക്ക് അരോചകമോ? മരണഭയത്തിൽ കഴിയുന്ന വ്യക്തികളെ കാണാൻ സാധിക്കും. അവർ ശരിക്കും പറഞ്ഞാൽ അകാല മരണം ക്ഷണിച്ചു വരുത്തിയ അകാല മരണം. മരണഭയത്തിൽ പെടാതിരിക്കുകയാണെങ്കിൽ ദൈവം അനുവദിക്കുന്ന കാലം നമുക്ക് സുഖമായിട്ട് വളരെ കംഫർട്ടബിളായിട്ട് സന്തോഷമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും. ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഒരു സ്ത്രീ സൂചിപ്പിച്ചൊരു കാര്യം. ഞാൻ പല പ്രാവശ്യം വിചാരിച്ചു മരിക്കാൻ പോകാൻ, മരിക്കാൻ പോകാമെന്ന്. അങ്ങനത്തെ ചില ഫീലിങ്സ് ഞാൻ അവരോട് ചോദിച്ചു, എന്നിട്ട് മരിച്ചോ? ഇല്ല. അപ്പോൾ ഈ വിചാരിച്ചതൊക്കെ ശരിയായിരുന്നോ? അല്ല. വെറുതെ ഇങ്ങനത്തെ ചില അനാവശ്യ ചിന്തകൾ. ഇന്ന് മരണഭയം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യം വന്നാൽ മതി. ചെറിയൊരു രോഗം ഇന്ന് ചില കാണാൻ സാധിക്കും. അങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഗൂഗിൾ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ സമയം അത് നോക്കിയിരിക്കുക. മരണഭയം അല്ലെങ്കിൽ മരണം അവർക്ക് അരോചകമായതുകൊണ്ട് അങ്ങനെ ഒരു സംഭവത്തിലേക്ക് അവർ പോകുന്നത്. വേറൊരു സ്ത്രീ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അവരെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു ചിന്ത, എനിക്കെന്തെങ്കിലും സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ മക്കളുടെ കാര്യം എന്താവും? അതുങ്ങളൊന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല, പറക്ക പറ്റിയിട്ടില്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന അവർക്ക് ഒരിക്കൽ ഒരു വീണ്ടും വിചാരം വന്നു, സുബോധം ഉണ്ടായി. അവർ പറഞ്ഞൊരു കാര്യം, ഞാനല്ല എൻ്റെ മക്കൾക്ക് നല്ല ഭാവി കൊടുക്കേണ്ടത്, ദൈവമല്ലേ. അപ്പോൾ അതുകൊണ്ട് കർത്താവ്, എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും എൻ്റെ മക്കളെ നീ സംരക്ഷിക്കണം, അവർക്ക് ഒരു നല്ല ഭാവി കൊടുക്കണം. അവരുടെ മനസ്സിൻ്റെ കെട്ടഴിഞ്ഞു, അവരിന്നും മരിച്ചു പോയിട്ടില്ല. അപ്പം അങ്ങനെ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട്, ആ രീതിയിൽ എടുത്തത് കൊണ്ട് അവരുടെ മനസ്സ് ഫ്രീ ആയി. ഇനി ആ മരണഭയമാണ് അവർ കൊണ്ടു നടന്നതെങ്കിൽ ചിലപ്പോൾ ഇതിനോടകം സ്ഥലം കാര്യമാക്കിയാണ്. ഒരു കാരണവശാലും ഇതുപോലെ മരണഭയത്തിലോ മരണം അരോചകമായിട്ട് കണ്ടുള്ള ഒരു ജീവിത ശൈലി നമുക്ക് ഉണ്ടാകരുത്. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, മരണഭയം അകാല മരണം ക്ഷണിച്ചു വരുത്താം. ഇംഗ്ലീഷിൽ ഒരു പദമുണ്ട് കേട്ടോ, നെക്രോഫോബിയ, ഫിയർ ഓഫ് ഡെഡ് ബോഡീസ്. ചേതനേറ്റ ശരീരം ചിലർക്ക് ഭയങ്കര പേടിയാണ്, കാണാൻ തന്നെ പേടി. എനിക്കറിയാം, 82 വയസ്സ് പ്രായമുള്ള ഒരപ്പച്ചന് ആരുടെയെങ്കിലും അവരുടെ ബന്ധുക്കാരുടെ സവാടക്ക് വന്നാൽ പോലും ഈ പുള്ളി എല്ലാവരും പോകുന്ന സമയത്തൊന്നും പോകത്തില്ല. പോയാലും ദൂരെ എവിടെയെങ്കിലും നിൽക്കും. എന്നിട്ട് പ്രാർത്ഥന കഴിയുമ്പോഴത്തേക്കും പെട്ടി അടയ്ക്കുന്ന ഒരു സമയം, ആ സമയമാകുമ്പോഴത്തേക്കും പുള്ളി കയറി വന്നിട്ട് എല്ലാവരും കാണത്തക്ക രീതിയിൽ അതിലേക്ക് ഒന്ന് കറങ്ങി നടന്ന് ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന് വരുത്താൻ വേണ്ടിയായിരിക്കാം. നെക്രോഫോബിയ, ഡെഡ് ബോഡി കാണാനായിട്ട് അകാരണമായിട്ടുള്ള അമിതമായിട്ടുള്ള ഭയം, അത് വേണമെങ്കിൽ ചിലരെ വേട്ടയാടാം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, മരണം എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ്. പ്രഭാഷകൻ 41 വായിച്ചാൽ മരണം എന്നതാണ് അതിൻ്റെ തലക്കെട്ട് തന്നെ. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏതൊരു വ്യക്തിയും മരിച്ചേ പറ്റൂ. അത് മനുഷ്യവർഗത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ തീർപ്പാണ്. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. വചന വെളിച്ചത്തിൽ ചിന്തിച്ചാൽ, നമ്മുടെ സമൂഹത്തിലേക്ക് എത്തി നോക്കിയാൽ 2-3 ഗണത്തിൽപ്പെട്ടവരെ കാണാൻ പറ്റും. ഒന്ന്, മരിച്ചവർ. അതിനകത്ത് തന്നെ നമുക്ക് നല്ല മരണം പ്രാപിച്ചവർ, അകാല മരണം പ്രാപിച്ചവർ, ദുർമരണം പ്രാപിച്ചവർ, ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഉണ്ടാകാം. രണ്ടാമതൊരു കൂട്ടരുണ്ട്, കാണാതായവർ. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ സൂചിപ്പിച്ചൊരു കാര്യം, ആ കുടുംബനാഥൻ ഇത്തിരി മാനസിക ബുദ്ധിമുട്ടോ പ്രയാസം ഏതാണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവിടുന്ന് അപ്രത്യക്ഷമായി. അവർ അന്വേഷിക്കാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു, ഇപ്പോഴും അവർ കണ്ടെത്തിയിട്ടില്ല. ഞാൻ അവർ സൂചിപ്പിച്ചൊരു കാര്യം, മരിച്ചെന്ന് അറിയുമായിരുന്നെങ്കിൽ അതനുസരിച്ച് വല്ല കുർബാന എല്ലിക്കോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പം മരിച്ചെന്ന് ബോധ്യമില്ല, കാണാതായതാണ്. അങ്ങനെയുള്ള സംഭവങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. മൂന്നാമതൊരു കൂട്ടരെ കാണാൻ സാധിക്കും, അവരാണ് എടുക്കപ്പെട്ടവർ. സാധാരണ മരണം അതുപോലെ സവാടക്ക് കാര്യങ്ങൾ ഒന്നുമില്ലായിരുന്നു, എടുക്കപ്പെട്ടവർ. 1-2 സംഭവങ്ങൾ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി 5:23 മുതൽ വായിച്ചാൽ, ഹെനോക്കിൻ്റെ ഒരു പ്രത്യേകത, ദൈവത്തിന് പ്രിയങ്കരനായിട്ട് ജീവിച്ചു. ഏതാനും വർഷങ്ങളൊന്നുമില്ല കേട്ടോ, 365 വർഷം ദൈവത്തിന് പ്രിയങ്കരനായിട്ട് ജീവിച്ച വ്യക്തിയാണ് ഹെനോക്ക്. പിന്നീട് അവനെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ എടുക്കപ്പെട്ടു. അതുപോലത്തെ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. 2 രാജാക്കന്മാർ 2:11. ഏലിയാ പ്രവാചകന് സംഭവിച്ചത്, എലീഷ നോക്കി നിൽക്കുകയാണ്. ഇവൻ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെടുന്ന ആ ഒരു രംഗം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിതാവേ പിതാവേ എന്ന് വിളിച്ച് കരഞ്ഞു നിൽക്കുന്ന എലീഷയെ കാണാൻ പറ്റും. ഇനി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ അവന് വീണ് കിട്ടിയതാണ് ഏലിയാ പ്രവാചകന്റെ പുറംകുപ്പായം. അതിൻ്റെ ശക്തി എത്ര വലുതായിരുന്നു! അതുകൊണ്ട് വെള്ളത്തിൻ്റെ മീതെ അടിച്ചപ്പോൾ വെള്ളം മാറി നിൽക്കുന്നതായിട്ടൊക്കെ നമുക്ക് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മൾ യേശുവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കാറുണ്ട്. അവൻ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടത്, മറിയത്തിൻ്റെ സ്വർഗാരോപണം നമ്മൾ ആഘോഷിക്കാറുള്ളതാണ്. മറിയം എടുക്കപ്പെട്ടതായിട്ട്, ശരീരരക്തങ്ങളോടെ എടുക്കപ്പെട്ടതായിട്ട് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ പല രീതിയിൽ ഈ ഭൂമിയിൽ ജനിച്ചിട്ട് പിന്നീട് അപ്രത്യക്ഷമായ സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, 3 ഗണത്തിൽപ്പെട്ട ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും, 3 തരക്കാർ. അതിൽ ഒന്നാമത്തെ ഗണമാണ് മരണഭയത്തിൽ കഴിയുന്നവർ. മരണഭയം, ജോബിൻ്റെ പുസ്തകം 3-ാം അധ്യായം.
25-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തിനെ ഭയപ്പെട്ടോ അത് എൻ്റെ മേൽ നിബന്ധിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മരണഭയം വെറുതെ അകാല മരണം ക്ഷണിച്ചു വരുത്തുന്ന, അതില്ലാതെ നമ്മൾ ദൈവം അനുവദിക്കുന്ന കാലം അത്രയും ജീവിക്കാം എന്നുള്ള ആ ഒരു ലാഘവ ബുദ്ധിയോടുകൂടി പോവുകയാണെങ്കിൽ ഉള്ള കാലം നമുക്ക് സമാധാനമായിട്ട് സന്തോഷമായിട്ട് നമ്മുടെ ജീവിതം ആസ്വദിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല അത് മരണാനന്തര ജീവിതത്തിന് നമ്മളെ ഒരുക്കുകയും ചെയ്യും. ജെറമ്യായുടെ പുസ്തകം 1:17 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, പേടിക്കാതിരുന്നാൽ ദൈവം കൂടെ നിൽക്കും, ഭയപ്പെട്ടാൽ ഞാൻ നിന്നെ പരിഭ്രാന്തനാക്കും. അത് വന്നാൽ നമ്മുടെ ജീവിതം കുളമാവും. അത് വരാതിരിക്കാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരം പിടിച്ച് ജീവിക്കാനായിട്ട് നടക്കാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതൊരു കൂട്ടരുണ്ടവരാണ് മരണം അരോചകമായിട്ട് കാണുക. നമ്മുടെ ഈജിപ്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മമ്മീസ് അവിടെ ഈജിപ്ത് മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്ന കാണാൻ പറ്റും. എന്താ കാരണം? ജീവിച്ച് കൊതി തീർന്നില്ല, അവർക്ക് മരിക്കണമെന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് എന്നെങ്കിലും ആ ശരീരത്തിലേക്ക് വീണ്ടും ജീവൻ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അവർക്ക് ഇനിയും ജീവിക്കണം. അതിനുവേണ്ടിയാണ് ഒരുപാട് പണം മുടക്കി അങ്ങനെ ഒരു കാര്യം അവർ ചെയ്യിച്ചിരിക്കുക. അതിനുള്ള ഏർപ്പാടൊക്കെ അവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്തു. പിന്നെ മരണം അരോചകമായിട്ട് തോന്നുന്ന ആർക്കാണ്? കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രഭാഷകൻ 41 വായിച്ചാൽ മതി. എല്ലാവിധ സുഖ സൗകര്യങ്ങളാലും ചുറ്റപ്പെട്ട് കഴിയുന്നവർക്ക് മരണം അരോചകമാണ്. അവർക്ക് മരിക്കണമെന്നില്ല, മറിച്ച് ചിലപ്പോൾ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉള്ളവർക്ക് മരിക്കുന്നതിനോട് കുഴപ്പമില്ല. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ബോധ്യം വന്നവർക്ക് മരിക്കാൻ ഒരു ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടാകത്തില്ല. അവരാണ് മൂന്നാമത്തെ ഗണത്തിൽപ്പെട്ടവർ, മരണം കൊതിച്ചവരും. നമ്മൾ കാണുന്നുണ്ട് 2 കൊറിന്തോസ് 5-ാം അധ്യായം ആദ്യ വചനങ്ങൾ വായിച്ചാൽ പൗലോസ് പറയുന്നൊരു കാര്യം, എൻ്റെ സ്വർഗീയ ഭവനത്തിലെത്താൻ ഞാൻ വെമ്പൽ കൊള്ളുന്നു. ഞാൻ നടക്കണമെങ്കിൽ മരണം സംഭവിക്കണം. ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിയുമ്പോഴാണ് ഈ ആത്മാവിന് സ്വർഗീയ ഭവനത്തിൽ നിത്യവിശ്രമം കൊള്ളാൻ പറ്റുക. ഇവിടെ മരിക്കുന്നതിനകത്ത് ഒരു അതിർത്തിയോ മരണം അരോചകമായിട്ട് തോന്നുവോ മരണത്തെ ഭയപ്പെടുകയോ എന്തെങ്കിലും ചെയ്തോ പൗലോസ് ഇല്ല. മരിക്കാൻ കൊതിച്ചത് കടബാധ്യത കയറിയിട്ടൊന്നുമല്ല, മാരകരോഗം വന്ന് അതുപോലത്തെ വേദന അനുഭവിക്കേണ്ടി വന്നിട്ടൊന്നുമല്ല, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ബോധ്യമുണ്ടായതുകൊണ്ട്. അവസാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, സ്വർഗം ഭൂമിയേക്കാൾ അതിശ്രേഷ്ഠമാണ്, വിശിഷ്ടമാണ്. അത് പ്രഭാഷകൻ 18:10 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ മരണാനന്തര ജീവിതം, നിത്യത എന്ന് പറയുന്നത് അതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ലോക ജീവിതത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളും കടലിൽ ഒരു തുള്ളി വെള്ളം പോലെയാണ്. ഇവിടെ നമുക്ക് എന്തെല്ലാം സമ്പാദിക്കാൻ പറ്റിയാലും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നമ്മളൊന്നും സമ്പാദിച്ചിട്ടില്ല. മത്തായി 16:26 നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഒരു കാര്യമാണ്. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.